മീൻ വയ്ക്കാൻ വേണ്ടിയാണ് ഉള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, പിന്നെ തേങ്ങ. ഇത്രയാണ് മീൻ വയ്ക്കുക. പിന്നെ പുളിയും കൂടെയാണ്, പുളിയും പിന്നെ കരിയേപ്പിലയും കൂടെയാണ്. ഇത്രയും കൂടെയാണ് മീൻ വയ്ക്കാനുള്ളത്. ഞാൻ വയ്ക്കുന്നത് മീൻ കൊഴുവാണ് മീനാണ്. ഇത് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളി ഇടുക. ഉള്ളി ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ നമ്മൾ ഉലുവ എടുത്ത് കൊടുക്കുക. അപ്പോൾ ഉലുവയും ഉള്ളിയും കൂടെ ചുമന്ന് വരണം കുറച്ച്. ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി വരണം. നല്ല ചെറുതായി ചുമന്ന് വരണം. കുറച്ച് തേങ്ങയും കൂടെ ഇടണം. തേങ്ങയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പുളിയും കൂടെ കുറച്ച് ഇത്രയും പുളിയും കൂടെ ഇട്ട് അതിന് ശേഷം മീൻ പിന്നെ അരച്ച് നമ്മൾ ചേർത്താൽ മതി. ഈ മീൻകറി നിങ്ങൾ വയ്ക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും. ഇതേപോലെ ഒന്ന് ഞാൻ വയ്ക്കുമ്പോഴൊന്ന് വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണെന്ന് അതിൻ്റെ ടേസ്റ്റ്. പച്ചമുളക് മുരിങ്ങയ്ക്ക് ഇട്ടതിന് ശേഷം കരിയേപ്പിലയും കൂടെ ശേഷം ഈ അരപ്പെടുത്തി ഒഴിക്കും. അരപ്പെടുത്തി ഇട്ട് കൊടുക്കുക. മീൻ അടുപ്പിൽ വയ്ക്കുക. മീനിൽ അടുപ്പ് വയ്ക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നമ്മൾ ഗ്യാസ് വയ്ക്കുന്നതിനെക്കാട്ടി മീൻ അടുപ്പിൽ വെച്ച് തിളയ്ക്കുമ്പോൾ ചട്ടിയിൽ വയ്ക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അതിന് ശേഷം മൂടി വയ്ക്കുക. മൂടി വെച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കുക. നല്ലപോലെ ചുറ്റിച്ചെടുത്താൽ നല്ലപോലെ വെന്ത് വെച്ച് വെന്ത് വരിക. മൂടി വയ്ക്കുക. വീണ്ടും മീൻകറി വെന്തിട്ടുണ്ട്. മീൻകറി നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മസ്റ്റായിട്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അടുത്ത വീഡിയോ